ഉണ്ടായിരുന്നു. അതേ പറഞ്ഞു, രണ്ടാമത്തെ തെരച്ചിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി. ഇതിൽ നമ്മൾ ഒരു രീതിക്ക് പോകുന്നു. അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അതിലുള്ള രീതിയിൽ ഇവിടെ നിന്നില്ല കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെയും കൊണ്ട് അവിടെ പോയി ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ എന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല. അവിടെയുള്ള കളക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം അവരെന്തിനു നിൽക്കുന്നു? അവിടെ പിന്നെ തിരച്ചിൽ നടത്തിയ ഇവർക്ക് ആർക്കൊക്കെ എന്ത് സംഭവിച്ചാൽ ആര് ഉത്തരം പറയും? അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കാണ്. അവിടുത്തെ ഉത്തരവാദിത്തം അവർ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പം മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറഞ്ഞതിന്റെ 70% കള്ളത്തരാണ്. അത് ഓരോന്ന് വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിലെനിക്ക് യാതൊരു പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും 70% കള്ളത്തരാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് അസ്ഥാനത്തുള്ള ഒരു അമ്പാണ്. അതിൻ്റെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആടായെന്ന് വെച്ചാൽ കുറച്ച് വ്യക്തികൾ വിളിച്ചിട്ട് നിങ്ങളിൽ നിൽക്കണം, നിങ്ങൾക്ക് മാത്രമല്ല പിന്നെ മറ്റ് ലോറിക്കാർക്കും ഇതേ അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യപ്പെടും, അപ്പം നിങ്ങളൊന്ന് ഞങ്ങൾ കൂടെ അപ്പോൾ അതിൽ നടക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ പല ആൾക്കാരും അർജുൻ്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നു. ആ ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ്. ഞങ്ങൾക്ക് തോന്നി. പിന്നെ അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ആണ്. ഏത് ആവശ്യം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് എപ്പോൾ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഒരുക്കി തന്ന സംഭവം മുഖ്യമന്ത്രിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാനുള്ള. അപ്പം ഇവിടുന്ന് ഇവർ പോയപ്പം ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം. അപ്പോൾ അവർക്കതെല്ലാം ഭയങ്കര ഷെയിമായിട്ട് ഫീൽ ചെയ്തു. അവരൊന്നും അറിയാണ്ട്, അപ്പോൾ അവർ കരുതി കുടുംബവും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഈ കഥകളൊക്കെ അവരറിയുന്നത്. ഇവർ ഇന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി കാരണം ഡ്രഡ്ജർ എത്തിക്കുക എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മൾ മുഖ്യമന്ത്രിയെ പോയിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്ന എന്ത് കാര്യം, എന്താ അർത്ഥമുള്ളതിൽ? നടക്കാത്ത കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പിന്നെയും അവരെ പോയിട്ട് പ്രഷർ ചെയ്യാൻ വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് അപ്പോൾ തന്നെ ലെഫ്റ്റ് അടിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ആവശ്യം നിലവിലില്ല, നിങ്ങൾ ഇത് പിരിച്ചുവിടണം തന്നെ അഭ്യർത്ഥിച്ച് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതാണ് ആക്ഷൻ കമ്മിറ്റി ഇതുണ്ടായത്. പിന്നെ അവരുടെ ഇടപെടലുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടന ഒരു സംഭവം അവർക്ക് ആഗ്രഹം ഇത് തന്നെയായിരുന്നു. ഇവിടെ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുപോകണം, ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയിട്ട് മുങ്ങി തപ്പണം, മാൽപ്പ ഇറങ്ങി തപ്പണം. ഈ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് രണ്ടാം ഘട്ട തെരച്ചിൽ മുങ്ങിയിട്ടുള്ളൊരു തെരച്ചിൽ സാധ്യമല്ല എന്ന് പറഞ്ഞത് ഇവരൊക്കെ തന്നെയാണ്. രണ്ടാം ഘട്ടത്തിൽ മുങ്ങിത്തപ്പലിന് ശേഷം ഈ ആൾക്കാർ പറഞ്ഞു ഇനി ഇവിടെ മുങ്ങി തപ്പിയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അതിന് ശേഷം ഇങ്ങനെ ഒരു മിഷൻ ഞങ്ങൾ, അതായത് ഇത്ര കഷ്ടപ്പെട്ട മിഷൻ അവിടെ എത്തിയിട്ടും എല്ലാവരും അതിൻ്റെ കൂടെ മുങ്ങുക. പിന്നെ ആ ഒരു മിഷൻ്റെ വർക്കിംഗ് നിൽക്കുകയാണ്. ആകെ ഒരു കുറച്ച് ദിവസത്തെ ഇത് മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. പിന്നെ ഇതൊരു സംഭവം കിട്ടിയതിന് ശേഷം എല്ലാവരും വീഡിയോയിലും ഇങ്ങനെ പറയുക, അതായത് ഈ ഒരു ട്രഡ്ജർ വരാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു ട്രഡ്ജർ എത്താൻ അയാളുടെ ഭാഗത്തു നിന്ന് 1% പോലും എത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ SRFMLനോടോ ആരോടും അല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അർജുന്റെ പേരിലല്ല. അല്ലല്ല, ആ ഗ്രൂപ്പിൽ പറഞ്ഞ അറിയണം. ആ ഗ്രൂപ്പിൽ അവരറിഞ്ഞുകൊണ്ടല്ല മറ്റു ആൾക്കാരൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് പല വിഷമം ഉണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പോരാൻ കാരണം. ഇവർ ഈ പ്രവർത്തിക്കുന്നത് അതാണ് മനാഫ് പറയുന്നത് എന്തോ അത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടാണ് അവിടെ അന്ന് പിന്നെ ഡ്രഡ്ജർ എത്തിയ സമയത്ത് വന്നിട്ട് എന്നോട് കയർക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, കാരണം ഞങ്ങൾ ഇത് എവിടെ പോയിന്റ് അടക്കമെന്ന് ഞങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് ഇവർ SP-ക്ക് ലെറ്റർ കൊടുക്കാനും അവരാവശ്യം എന്തായിരുന്നു, നാട്ടിൽ നിന്ന് 20 ആൾക്കാർ വന്ന് തരണം. അതായിരുന്നു അവരാവശ്യം. അതിന് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം നാട്ടിൽ നിന്ന് 20 ആൾക്കാർ വന്ന് തരണം. സാധ്യമായിട്ടൊരു കാര്യമാണോ എന്ന് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന സംഭവമുള്ളൂ.